വല്യാക്ക അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. സുജിബൈഡിയാടാ. ഹോസ്പിറ്റലിൽ പോയിട്ട് എപ്പോഴേ വന്നു? ഡോക്ടർ എന്താ പറഞ്ഞേ? അതേടാ, ഇന്നലെ വൈകുന്നേരമായി. ഡോക്ടറെ കണ്ടു, ചോരയും മുതലൊന്ന് പരിശോധിച്ചു. പിന്നെ അടുത്ത പോക്കിന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗുളികൊക്കെ എഴുതി തന്നിട്ടുണ്ട്. അത് കാക്ക അഞ്ഞി പോകുമ്പോഴേ നിങ്ങൾ പറയുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടെ സ്കാൻ ചെയ്യേണ്ട അവിടെ നമ്മളെ സുഹൃത്തുണ്ട്. പിന്നെ ഇപ്പം ഇന്ന് ഉമ്മയും പോരാൻ നിൽക്കുന്നു. അപ്പോൾ അവിടെ ആരാ മുട്ടിൻ്റെ അവിടെ നിന്ന് ആരാ വരുന്നെന്ന്. അപ്പം ഇങ്ങനെ വലപ്പം ഇങ്ങനെ കൂടെ പിന്നെ നാളെ വിജയിക്കാരം. സേന സേന ഹൈ അന്റെ മാറ്റണത് വരെ കഴിഞ്ഞില്ലേ? എനിക്ക് ഇന്നൊരു ബോർഡ് മീറ്റിംഗ് ഉള്ളതാണ്. ഇന്റെ മാറ്റലൊക്കെ കഴിഞ്ഞിക്കണു. പിന്നെ പുറത്തില്ലേ നിങ്ങളെ ഇപ്പാന്റെ പെങ്ങളെ മകൻ മുജീബാക്കല്ലേ വന്നിട്ടുണ്ട്. എന്തൊക്കെ പറയുന്നുണ്ട്. നിങ്ങളപ്പാ പിന്നെ കുറ്റല്ലേ പറഞ്ഞു കൊടുക്കുള്ളൂ. സുഖമില്ലെങ്കിലും ഇന്റെ കുറ്റം പറയാൻ 100 നാവാ നിങ്ങളപ്പാക്ക്. ഇപ്പൊ അന്റെ കുറ്റം ആരോട് പറഞ്ഞു? നമ്മളെ മുജീബാക്കാനോടോ? ഒക്കെ അന്റെ തോന്നലാണ്. അതല്ല, അനക്കിപ്പോ ഓഫീസിലാ പണി അതോ ഫീൽഡിലോ? പിന്നെ നിങ്ങളെപ്പല്ലേ നോണ പറയാത്ത ഒരാള്. കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാ ഇന്റെ കുറ്റം പറയാനും മൂപ്പർക്ക് നല്ല ഉഷാറാണ്. ഇക്കുന്നേ ഫീൽഡ് വർക്കാണ്. രണ്ടാളവിടെ കാത്തുക്കുണ്ട്. എടാ, ഉമ്മക്ക് ചടപ്പൊന്നുമില്ലല്ലോടാ. മുജാക്ക നേരല്ല, കൊറേ പണിണ്ടെന്ന്. പോട്ടെട്ടോ. വാ. എത്താ അനസൊക്കെ ഇപ്പൊ പഴയ സ്ഥലത്ത് തന്നെ അല്ലേ? എടാ, ഓൻ അന്നും നിന്ന ബാങ്കിൽ തന്നെ. ഓന്റെ കാര്യമൊക്കെ ഒരു കഥയാ. ഓ പഴയ മാരിക്കാനല്ലേ? എന്നാ കാക്ക ഞാൻ പോവണം. അമ്മ വന്നോളൂ കേട്ടോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നെ വിളിക്കാൻ മറക്കല്ലേ കേട്ടോ. സഫിയ, കുറച്ച് വെള്ളം പറഞ്ഞ. പിന്നെ ഉപ്പാന്റെ അടുത്തേക്ക് ഒന്ന് പോയിരുന്നു. നിങ്ങൾ നിന്ന് കൊണ്ടാക്കി തരൂ. കുട്ടികൾ സ്കൂട്ടറിന് വിടാറുണ്ടാകുക. ഞാൻ അപ്പം പോകുമ്പോഴന്ന് എനിക്ക് പിന്നെ പോവാ. കുട്ടികൾക്കുള്ള ചായം കടി ഞാൻ ഉണ്ടാക്കിച്ച് പോയിക്കോളേ. ഞാൻ പോയോണ്ട് വേഗം വരാം. മകന്ത സുഖല്ല പറഞ്ഞു. പാക്കിച്ച് മാത്രമല്ല മകളായിട്ടുള്ളത്, കുഞ്ഞുട്ടി മരുകളൊക്കെ അവിടെ. ഓരോ ജോലിയായിട്ടാണ് പോവും. അന്നെ വിളിച്ചു പോയി ഞാൻ ചെല്ലും അങ്ങോട്ട് പാഞ്ഞാണ്ട്. പോലൊന്നും ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലക്കാ. ഉപ്പാന്റെ അടുത്തേക്കല്ലേ, ഞാനൊന്ന് പോയി തരാം. ജിന്താ എന്റെ സ്റ്റോർ ചെയ്തോ. കുട്ടികൾ വരുമ്പോൾ എത്തിക്കൊണ്ടി കേട്ടോ. മുജാക്ക കേറിയിരിക്കേ. പൈസ എപ്പോ എടുത്തോ? അപ്പൊ ഉള്ളിലുണ്ട്, ഞാൻ വിളിച്ചാ. ഉപ്പാ പേയ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി. ഇരിക്ക്. എന്താ മുജീബേ, പെരീന്നല്ലേ വരുന്നേ? എന്താ ഉമ്മാന്റെ വർത്താനം? ഞാൻ പെരീന്ന് തന്നെ ചെറിയാക്കാൻ വരണ്ടേ. മകൊക്കെ സുഖം തന്നെ. പിന്നെ ഞാൻ ചെറിയാക്കാനോടെ വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാ. എന്താ പറയാനുള്ളത് പ്രത്യേകിച്ച്? ഞാൻ വേറൊന്നുമല്ല, നമ്മളെ വല്യാക്കാന്റെ കാര്യം പറയാൻ തന്നെ. വല്യാക്കാന്റെ എടുത്ത് ഞാൻ പോയിരുന്നു. വല്യാക്കാൻ്റെ ഇപ്പത്തെ കാര്യം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടം തന്നെയാണ്. ഞാൻ ഇപ്പൊ നമ്മള് ഡോക്ടറെ പോയിക്കാണ് എന്തൊക്കെയാ ചെക്കപ്പോ കാര്യങ്ങളോ എന്തൊക്കെയാ ചെയ്യണം എന്നൊക്കെ പറഞ്ഞോളാം. എന്തായാലും നിങ്ങളിപ്പോ അടുത്തെങ്ങാനും അവിടെ പോയിരുന്നോ? ഞാൻ ഇപ്പൊ എന്തിനാ ഓനെ കാണാൻ പോണ മുജീബേ? അനുജനാണെന്നുള്ള ബോധം ഓനും വേണ്ടേ? ഓനിപ്പോ വലിയ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഇനി അങ്ങനെ വലിയ അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പോവാം. കാക്ക സമയം നമ്മളെ കാത്തുക്കൂല. പിന്നെ സ്വത്തും മുതലുമാണ്, അത് വരും പോകും. നമ്മളെ കൂടപ്പറപ്പിങ്ങളല്ലേ. ഒഴിവ് കിട്ടുകയാണെങ്കിലേ ഒന്ന് പോയി ഒക്കെ ഇക്കാണ്ടി വല്യാക്കാൻ്റെ അടുത്തേക്ക്. ഞാൻ പോട്ടെന്നാല്. ഇപ്പൊ മുജീബാക്ക പറഞ്ഞതിനും കാര്യമുണ്ട്. മൂത്താപ്പ വെക്കേണ്ട കാലത്ത് ഗൾഫ് പോയി നമ്മളൊക്കെ എല്ലാവരും നോക്കിയോണ്ട് വെക്കണ പോലൊക്കെ നമ്മളിപ്പോ ആ കുറുമ്പും വാസിയൊന്നും നടക്കണ്ട. നമുക്ക് ഒഴിവ് കിട്ടുകയാണെങ്കിൽ ഒന്ന് അവരെ പോയി നോക്കാം. വല്യാക്കല്ലേ ഇത് ചെയ്തിട്ട് നോക്കിയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അതല്ലല്ലോ വിഷയം. ആ സ്വത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ചെയ്ത് ഓർമ്മ ഉണ്ട് എനിക്ക്. നമുക്ക് സ്വത്ത് മുതലൊക്കെ ഇപ്പൊ അത്യാവശ്യം ഭക്ഷണം തന്നിട്ടില്ല. ഇനി നമ്മള് വാസിക്കുതിനൊന്നും നിൽക്കണ്ട. നമുക്ക് മൂത്താപ്പനത്തേക്ക് ഒന്ന് പോവാം. വരി. അല്ല പൈസല, നമ്മളെ ബിസിനസിനെ പറ്റി പഴയ എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? പനോട് ഞാൻ അതിനെ പറ്റി ഇപ്പൊ സംസാരിച്ചിട്ടില്ല. അപ്പൊ അതിന് പറ്റിയൊരു സിറ്റുവേഷൻ അല്ല. കുറെ ഫാമിലി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വീട്ടില്. ഞങ്ങൾ പറഞ്ഞ റൂമിന്റെ മുതലാളി വിളിച്ചിരുന്നു. അഡ്വാൻസ് വേണമെന്നാ പറയണ്ടേ. ജയ് പനോട് ചോദിച്ചിട്ടേ അഡ്വാൻസ് ഒന്ന് കൊടുക്കാൻ പറ. അത് നമുക്ക് കൊടുക്കേ. പല മൂഡ് ഇപ്പൊ ശരിയല്ല. അത് ലെവലിന് ശേഷമൊക്കെ നമുക്ക് അഡ്വാൻസ് കൊടുക്കാം.
പാ പാ ഞാനാണേ. ഇവിടെ ഇരിയെടി. ഇജ്ജ് എപ്പോഴാ വന്നത്? എന്താ നിങ്ങളിങ്ങനെ കിടക്കണ? എനിക്ക് വെച്ചേ മരുന്ന് കുടിച്ചിട്ടില്ലേ? ഒന്നുമില്ലടി, അപ്പൊ ഒരു ക്ഷീണം, അപ്പൊ ഇങ്ങനെ കിടന്നതാ. ആ മരുന്ന് കുടിച്ച് തോന്നുന്നുണ്ട്. എന്തടി ഓനി കുട്ടികളൊക്കെ വർത്താനം? കുട്ടികൾ സ്കൂളിൽ പോയിട്ടോ? ഓലൊക്കെ അവിടെ ഉണ്ട്, കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയിക്കുന്നു. ഇച്ചിപ്പോ അങ്ങടെ കാര്യം ആലോചിച്ചിട്ടാണ്, ഒരു സമാധാനവും ഇല്ല. എപ്പോഴും ഇപ്പൊ ഇങ്ങോട്ട് വന്നു നോക്കാനും ഓരോടൊക്കെ ചോദിച്ചിട്ട് വേണ്ടേ? നിങ്ങളുടെ മരുവനോട് എത്ര വട്ടം ചോദിച്ചാലോ ഒന്ന് പറഞ്ഞേക്കുക. പണ്ടേ ഞങ്ങളോട് ഉമ്മ മരിച്ചപ്പോഴേ അമ്മായി പറഞ്ഞതല്ലേ ഒരു പെണ്ണിട്ടാൻ. അപ്പൊ ഞങ്ങളതൊന്നും കേട്ടില്ല. മക്കള് 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 പറഞ്ഞങ്ങാണ്ട് ഇങ്ങോട്ട് നിന്നിട്ടല്ല. ഞാനിപ്പോ അതൊക്കെ പാടാലോചിച്ചിട്ട് സമാധാനം. ഇപ്പാനെ പറ്റി ഓർത്തിട്ട് എന്റെ കുട്ടി ഇടങ്ങാറാവണം. ഇപ്പാക്കെ എന്റെ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല. പിന്നെ ഒരു പറ്റാ സ്വത്തിന്റെ കാര്യം ആലോചിച്ചിട്ടല്ലേ ഇപ്പാനോട് വീണ. ഇതിനെ പറ്റി ഓർത്തുങ്ങാണ്ടൊന്നും നിങ്ങൾ അടങ്ങാറാകണം. നിങ്ങൾ നേരത്തിന് എന്തേലൊക്കെ തിന്നലുണ്ടാ? സകലം ഇവിടുന്ന് പോകുമ്പോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാ പോണത്. അതൊക്കെ ഒരു കഥയടി. ഇപ്പാന്റെ കുട്ടിയെ ഇപ്പാനെ നോക്കുമ്പോലെ ഒന്നും ഒരു നോക്കൂല്ലോ. നിങ്ങൾ ഈ റൂമിൽ ഇങ്ങനെ ചതഞ്ഞ് കിടക്കില്ലേ? നിങ്ങളെ മുന്നിക്കൊന്ന് വരും, ഞാൻ നിങ്ങൾക്ക് തിന്നാൻ എന്തേലും ഉണ്ടാക്കി തരാം. ആ മുജാക്ക എവിടുന്ന് വരുന്നു? ഞാൻ അമ്മായിയെ ആ ചന്ദ്രൻ വൈദ്യര മരുന്നാളെ കുടിക്കല്ലേ. അപ്പൊ മരുന്ന് കഴിഞ്ഞിരുന്നു. അപ്പൊ മരുന്ന് വാങ്ങിച്ചു കാണാൻ പോരാ. ഞാൻ അതുപോലെ എന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അന്ന് പിന്നെ എന്താ വെച്ചാലേ പെരീന്ന് പപ്പാന്റെ അടുത്തുനിന്ന് അത് പറയല് ശരിയല്ലല്ലോ. അപ്പൊ ഏറിൽ കാണുമ്പോ പറയാന്നുള്ള എനിക്ക് ഈ വണ്ടി സൈഡാക്കെ. മുജാക്ക ആ മൂത്താപ്പയും ഇപ്പയും അമ്മായി എന്ന് പറഞ്ഞാലേ ഏട്ടനും അഞ്ചനും പെങ്ങളൊക്കെയാണ്. ഓല് തെറ്റും നന്നാവും. അത് വരുമ്പോ നമ്മളൊക്കെ ഇങ്ങനെ മുണ്ടാതെയും പിടിച്ചാതെയും ഇതിനൊക്കെ നിന്നിട്ട് ലാസ്റ്റ് അതേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ ഇജിപ്പോ അതൊന്നും നോക്കണ്ട. ഞാൻ ഇപ്പൊ അന്ന് ഉപ്പാന്റെ അടിയിൽ നിന്ന് എന്നോടൊപ്പം അത് അങ്ങനെ പറയേ. അപ്പൊ ഇജ് ഒഴിവ് കിട്ടുമ്പോളേ ഇജൊന്ന് പോയി നോക്കിക്കൊണ്ട് കേട്ടോ. പിന്നെ അതേമാതിരിക്ക് ഇമ്മയും പറഞ്ഞു ഇജാ വന്ന ആ ടൈമിലൊന്ന് അവിടെ പെരേക്ക് വന്നാണ്, പിന്നെ എന്നെ കണ്ടിട്ടില്ല എന്നും പറഞ്ഞു. കുടുംബങ്ങളൊക്കെ അങ്ങനെ കാണലും പിടിച്ചലും ഒക്കെ തന്നെ അല്ലടാ നമുക്കുള്ളൊരിത്. പാൻ്റെ ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല മുജിവാക്ക, ചെറിയൊരിത് മതി, അതൊക്കെ ശരിയായിക്കോളും. ഞാൻ പിന്നാണ്ട് വരാതെ, ഞാൻ ഒന്നാമത് വന്നേരം ഒഴിവ് കിട്ടിയിട്ടില്ല, ഞാണ്ട് വരണ്ട്. ആ അതന്നെ ഇജ്ജ് പറഞ്ഞ മാതിരിക്ക് തന്നെ നല്ല ഇതിലിങ്ങനെ പൊയ്ക്കോണ്ടി. പിന്നെ ഇജ്ജിപ്പോ വന്നിട്ട് കുറച്ചായില്ലേ, പോകാനായില്ല ഇപ്പൊ എനിക്ക്. തൽക്കാലം ഇനിയിപ്പോ ആ വിസക്ക് ഞാൻ പോകണില്ല. ഞാനിവിടെ എന്തെങ്കിലും ഏർപ്പാട് ഞാൻ എൻ്റെ സുഹൃത്തുമ്പാടിയും നോക്കാനാണ് പ്ലാനിങ്. അമ്മായിനോട് നിങ്ങൾ പറഞ്ഞാണ്ടി എന്നെ കണ്ടു, ഞാണ്ട് വരണ്ട് കേട്ടോ. ആ ഈ ബിസിനസ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ശരിയായി ക്ലിക്കായി കിട്ടുകയാണെങ്കിലേ അതന്നെ നല്ലത്. ഏതോലെ പൈസ ഒക്കെ നല്ലോണം കൂടുതൽ ഇറക്കുമ്പോഴൊക്കെ ഒന്നേ ശ്രദ്ധിച്ചുകൊണ്ടൊക്കെ ചെയ്താണ്ടി കേട്ടോ. അപ്പൊ ഇജ്ജ് പറഞ്ഞ മാതിരി ചെയ്യേ. ആയിക്കോട്ടെ, അവിടെ വരുവണ്ടി. ആയിക്കോട്ടെ. പിന്നെ ആ ചെക്കപ്പിന് പോകണ്ടെന്ന് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പോവുകയും ചെയ്തു. ആയിക്കോട്ടെ, പോട്ടെ എന്നാലേ. ആയിക്കോട്ടെ വരണ്ട്. അല്ല എന്താ ഇവിടെ നിർത്തി? പെരേക്ക് പോവല്ലേ? ഇജ്ജ് ഇവിടുന്ന് ഇറങ്ങി നടന്നോ, എനിക്ക് എന്റെ 2-3 ചെങ്ങന്മാരൊന്ന് കാണാനുണ്ട്. നിങ്ങൾ വരുമ്പോഴേ പച്ചക്കറി സാധനമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചോളാം. പിന്നെ ഇജ്ജ് ഇപ്പാനോട് വെറുതെ വർത്താനം പറയാൻ നിൽക്കണ്ട കേട്ടോ. ഈ തൊട്ടേനെ പിടിച്ചതിനൊക്കെ ഉണ്ട് അനക്ക് എന്തെങ്കിലും ഒരു വർത്താനം പറച്ചില്. ഞാൻ നിങ്ങളെ അപ്പാനോട് വർത്താനത്തിനൊന്നും നിൽക്കണില്ല. നിങ്ങൾ ആദ്യം പോയിട്ട് ആ സാധനം ഒന്ന് വാങ്ങിക്കൊണ്ടുവരും. സാധന അൻസ് അവിടെ. നിങ്ങളോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കൊടുന്ന് തിന്നരുതേ തിന്നരുതേന്ന്. നിങ്ങൾക്ക് അടുക്കളയിൽ പോയി തിന്നൂടെ? അല്ലെങ്കിൽ തന്നെ ഓഫീസിലെ പണി കഴിഞ്ഞിട്ട് മനുഷ്യന് സ്വസ്ഥത അല്ലാതെ വരികയാണ്. നീ ഇവിടുത്തെ പണി നോക്കണം, നിങ്ങളീ നോക്കണം. സഫിയ വന്നീന്, ഓള് കുറച്ച് ബാക്കിലോട് നിന്നു, അത് തിന്നതാണ്. ആര് കൊടുന്നാലും ഇവിടെ വന്നിരുന്ന് തിന്നാലേ നിങ്ങളെ ചങ്കു കൂടെ ഇറങ്ങുള്ളൂ. ഇനി പോൾ എന്തൊക്കെയാണ് മന്ത്രങ്ങൾ ഓതി തന്നിക്കണാവോ? ഓളൊക്കെ മന്ത്രോധനാണ്ടി. ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴേ ഇത് വിവരം അറിയാൻ വേണ്ടി വന്നോള്. കുട്ടികളെ സ്കൂൾ തരുന്നുണ്ട്, വേഗം പോയി. എന്നാലേ ഇത് തുടക്കം നിങ്ങളെ മകളെ വിളിച്ചോളി. എനിക്ക് നിങ്ങളെ മാഞ്ഞാളത്തിന് നിൽക്കാനൊന്നും നേരല്ല. അമ്മ ഞാൻ വല്യാക്കാൻ്റെ അടുത്ത് പോയിരുന്നു. ഹോസ്പിറ്റലിൽ വന്നതിൻ്റെ ശേഷം ഞാൻ പോയിട്ടില്ലേന്നല്ലോ. അപ്പൊ ഇങ്ങനെ ചോദിച്ചപ്പോ ഇങ്ങനെ അടുത്ത വരവിനൊക്കെ ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പോകുന്നതിന് ശേഷം പിന്നെ ചെറിയാക്കാൻ്റെ അടുത്തൊന്ന് പോയി. ചെറിയാക്കാനോട് ഞാൻ കാക്കാൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ എത്താ അമ്മ ചെറിയാക്ക ഇങ്ങനെ. അതെടാ നമ്മൾ ഓരേ വല്യാക്കാക്ക് കൊടുത്തു, അപ്പൊ അത് ചെറിയാക്കാക്കും കൊടുക്കേണ്ടി വന്നു.
അന്ന് തുടങ്ങിയ ഈറയാണ്. ഓ ഇപ്പോഴും എന്നോട് മുണ്ടലില്ല. ആ ഈറയിക്കാരം. അതന്നെമ്മ ഞാനും പറയണ്ട്. ചെറിയാക്കാല വർത്താനത്തുമെന്നേ എനിക്കത് മനസ്സിലായി. പിന്നെ ഇതൊക്കെ മരിച്ചുമ്പോൾ ആരും കൊണ്ടുപോകുന്നില്ലല്ലോ. 10 സെന്റാണ് ഒട്ടാകെ ഉള്ളത്. അതിന് പോലെ ഒരു പെരക്ക് ഉള്ളതായിട്ട് അങ്ങനെ പെരും വെച്ച് നിന്നു, അത്രേ ഉള്ളൂ. എന്താ ചെയ്യാ? അതിനടാ ഓന് 2 കുട്ടികളുള്ളത്. ഓന് ഇട്ട് മൂടാനുള്ള മുതൽ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും മുതലിനോടുള്ള ആർത്തി ഓനക്ക് തീരലില്ല. അതൊക്കെ ഇപ്പൊ ഈ വല്യാക്കാനെ കൊണ്ട് ഉണ്ടായതല്ലേ. അത് ശരിയാണ്, മുതലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വല്യാക്കാന്റെ കാര്യം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ആകെ കഷ്ടം തന്നെയാണ്. കുട്ടികളുടെ അങ്ങനെ, മരുവാളുടെ അങ്ങനെ, ഏതായാലും ആലോചിച്ചിട്ടേ ഒരെത്തും പൊടിയും കിട്ടണില്ല. കോമൊക്കെ ഞങ്ങൾ ലാസ്റ്റ് പോയി ചെക്കപ്പിന് പോയിട്ട് ഡോക്ടർ എന്താ പറഞ്ഞു? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ലടാ. ഡോക്ടർ പറഞ്ഞത് അടുത്ത വരെ ഒരു MRI എടുക്കേണ്ടിയിരുന്ന, കുറച്ച് ഗുളികയൊക്കെ എഴുതി തന്നു. ഏതായാലും നിങ്ങള് ഡോക്ടർ പറഞ്ഞ പദ്യത്തിലൊക്കെ പോയിക്കോണ്ടി. എടാ ഞാൻ മരുന്നൊക്കെ കൃത്യമായിട്ട് കൊടുക്കലൊക്കെ ഉണ്ട്. ഇതേ ഭേദമൊന്നുമില്ല. ഞാൻ പോട്ടടാ. എന്നാല് കാണിയപ്പോ എന്റെ ചായന്റെ പൈസ പറ്റിലെഴുതിക്കള കേട്ടോ. കൊമക്ക പറ്റ ഒരുപാടായി കേട്ടോ, ഒന്ന് തീർക്കിങ്ങള്. എടാ പെൻഷൻ പൈസ 2 ദിവസം കൊണ്ട് വരും, എന്നിട്ട് ഞാൻ തീർക്കട്ടോ. ഇവന്റെ പൈസ എത്രയാടാ? എന്റെ ഒരു ചായം കടിയല്ലേ, അത് 24 റുപ്യ. 24? കോമാക്കാന്റെ പൈസ തന്നുകണോ? അല്ലെങ്കിൽ ഒമ്പാട്ട് എടുത്തോളൂ. കോമാക്കാന്റെ പറ്റില്ലേതാ പറഞ്ഞത്. ഞാൻ അയാളെ കാര്യം ആലോചിച്ചത്. മകനും മരോളും ഒക്കെ ജോലിക്കാരാ. എന്നാലും ഈ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാത്തിക്കും. ഭയങ്കര കഷ്ടമാണ് അയാളെ കഥ.